എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷനാണ്. മലൈക്കോട്ടെ വാലിബൻ സിനിമയുടെ റിലീസായിരുന്നു ഇന്നലെ. അതിനുശേഷം ഒരുപാട് റിവ്യൂസ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഒരു റിവ്യൂ റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതായത് അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ. 20 മിനിറ്റ് ഉണ്ട്, നമുക്കൊന്ന് കണ്ടുനോക്കാം, കണ്ടിരിക്കാം. അതെ, നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല, നമുക്കത് കാണാം, ജസ്റ്റ് കാണുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, കമോൺ കോക്കണ്ണ, എവിടെ? ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ഈ കേട്ടതെല്ലാം പോയി, നീ കേൾക്ക പോകരുത് നിജോ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ ഡയറക്ട് ചെയ്തതോടൊപ്പം തന്നെ ഇത് എഴുതിയിരിക്കുന്നതും ലിജോ തന്നെയാണ്. ഒപ്പം PS റസാഖ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും റസാഖല്ലോ, നമ്മൾ അതിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. PS ആരാണ് ഇപ്പൊ ഇത് കേട്ടോണ്ടാണ് എനിക്ക് തെറ്റിയത്, അല്ലെങ്കിൽ റഫീഖല്ലേ? നോക്കിയേ, റഫീഖാണ്, റഫീഖ്. ഓക്കെ, അപ്പോ കാണാം. കാണാല്ലേ? പിന്നല്ല. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. ഈ കേട്ടതെല്ലാം പോയി, നീ കേൾക്ക പോകരുത് നിജോ. ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ മലൈക്കോട്ടെ വാലിബൻ ഡയറക്ട് ചെയ്തതോടൊപ്പം തന്നെ ഇത് എഴുതിയിരിക്കുന്നതും ലിജോ തന്നെയാണ്. ഒപ്പം PS റസാഖ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ഇൻ മൈ എക്സ്പീരിയൻസ് ലിജോയുടെ എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ദ വേഴ്സ്റ്റ് ഫിലിം എവർ മെയ്ഡ് ബൈ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഏറ്റവും കൂതറ സിനിമ ലിജോ ഇത്രയും നാൾ അദ്ദേഹത്തിന് എൻ്റെ കരിയർ എടുത്തിട്ടുള്ള വെച്ചിട്ട് ഒരു ലക്കിനും ലഗാനില്ലാത്ത എന്തുവാ പടച്ച് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് മോശം എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. തിരക്കഥയായി കഴിഞ്ഞാലും സംവിധാനമായി കഴിഞ്ഞാലും കുറേ ഗംഭീരമായിട്ടുള്ള വളരെ ഈസ്തെറ്റിക്കലി അത്രയും അപ്പീലിംഗ് ആയിട്ടുള്ള ഫ്രെയിംസ് ഉണ്ട്. കുറേ ഷോർട്സ് ഉണ്ട്. മധു നീലകണ്ഠനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല വൈഡിൽ നല്ല ശരിക്കും ഒരു പെയിൻറ്റിങ് പോലെയുള്ള കുറേ ഫ്രെയിംസ് ഇങ്ങനെ എടുത്തു വെക്കാനായിരുന്നെങ്കിൽ ലിജോയ്ക്ക് വല്ല മാതൃഭൂമി യാത്രാ മാഗസിനിലൊക്കെ പ്രസിദ്ധീകരിച്ചാൽ പോരെ കുറേ ഫോട്ടോസ് എടുത്തിട്ട്. ഇതെന്തിനെങ്ങനെ ഒരു സാധനം പടച്ചു വെച്ചത്? വല്ലാത്തൊരു കൂതറ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിനകത്ത് ഉണ്ടായിരിക്കുന്നത്. അത് വിശദമായിട്ട് ഞാൻ പറയാം. പ്രശാന്ത് പിള്ളയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടതാണ്, സിനിമയായിട്ട് ഒത്തുപോകുന്ന പാട്ടുകളാണ്. പക്ഷേ സ്കോറിംഗ് എന്ന് പറയുന്ന സമയത്ത് ട്രെയിലർ കേട്ടിട്ടുള്ള ഈ സംഭവം തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ. ആകെ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇന്റർവെലിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇന്റർവെൽ വരുന്ന ഫൈറ്റ് ഉണ്ട്, അതിനകത്ത് മാത്രം പുള്ളി ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫാൻറ്റം ഫ്ലക്സും വെച്ച് ലാലേട്ടൻ ഇത്രയും ബിൽഡപ്പും കൊടുത്ത് ഇത്രയും മസിലും പെരുപ്പിച്ച് മരണ ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ വില്ലടിച്ചാൻ പാട്ടാണ്. അവിടെ ബാലയെ പോലെ ഇങ്ങനെ എന്തോ പ്രശാന്ത് പിള്ള ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് LJPയുടെ കൺസേൺ ആയിരിക്കാം. എന്നിരുന്നാൽ കഴിഞ്ഞാൽ കൂടെ ഇതുണ്ട് ഫുള്ള് തുടികൊട്ട് പരിപാടി. ഇത് തന്നെ പ്രശാന്ത് പിള്ളയുടെ പരിപാടി. ഗോകുൽദാസ്, മധു നീലകണ്ഠനെ പോലെ തന്നെ ഗോകുൽദാസ് ആർട്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതും സഹായിച്ചിട്ടുണ്ട്, ഫ്രെയിംസിനൊക്കെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഒരു സിനിമ എന്ന നിലയ്ക്ക് ഇനിയിപ്പോൾ കുറേ ആളുകൾ പറയുന്ന ഒരു കാര്യം കാണും, ഇത് കുറേ പ്രൊപ്പഗാൻഡ അതേ നടന്നാണ്, ഇതൊരു LJP പടമാണ്. തമിഴിലൊക്കെ പറയും 50% ലോകേഷ് പടം, 50% ദളപതി പടം എന്നൊക്കെ പറയും പോലെ ഇതൊരു 100% LJP പടമായിരിക്കും. അതുകൊണ്ട് ലാലേട്ടൻ ഫാൻസ് ഇത് പൊല്ലിമുരുകനും ലൂസിഫറും എന്ന് പ്രതീക്ഷിച്ച് കാണരുത്. ഇതൊരു LJP പടമായി കാണണം. ഞാൻ LJPയുടെ കടുത്താരാധകനാണ്. LJP പടമായിട്ട് മാത്രം തന്നെ കണ്ടല്ലോ, അല്ലാതെ ഇവിടെ അടിയും ലാലേട്ടന്റെ മുണ്ട് പറയും പുലിമുരുകനും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല പോയത്. LJP സിനിമ എന്ന നിലയ്ക്ക് കണ്ടുകൊണ്ട് തന്നെ ആവർത്തിച്ച് പറഞ്ഞ ഏറ്റവും മോശം LJP സിനിമ, ലോകത്തെ ഏറ്റവും മോശം സിനിമ ഇതാണെന്ന് പറയുന്നില്ല, പക്ഷെ ഏറ്റവും മോശം LJP സിനിമ. ഇത് ക്ലാസ് ആയിട്ട് കണക്കൂട്ടി കഴിഞ്ഞാലും ഇതിലെന്താണ് ഇതിന്റെ ജോൺറെ ജസ്റ്റിഫൈ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഒരു തരത്തിലും 1% പോലും ജസ്റ്റിഫൈ ചെയ്യാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. സുപ്രീം സുന്ദരൊക്കെയാണ് ആക്ഷൻ ചെയ്തിരിക്കുന്നത്. ആക്ഷന്റെ സമയത്ത് ഈ ഇദ്ദേഹം പ്രശാന്ത് പിള്ളை സ്കോറിങ്ങിൽ ബില്ലടിച്ച മറ്റേ പരിപാടിയാണെങ്കിൽ തുടികൊട്ടാണെങ്കിൽ ഈ ആക്ഷൻ എന്താണ്? ഒന്നുകിൽ ഇത് മാസായിട്ട്
നല്ല സൗണ്ടിൽ ഇടിയായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതായത് പറഞ്ഞു ഒറ്റ ഫൈറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പോസ്റ്റ് ഇന്റർവെല്ലുള്ള ഒരു ഫൈറ്റ്. അല്ലാതെ ബാക്കി ലാലേട്ടന്റെ ഇൻട്രോ അസോസിയേറ്റ് ഡയറക്ടർ ടിനു പാപ്പച്ചൻ പുള്ളി ഇന്റർവ്യൂവിൽ എന്തായിരുന്നു പറഞ്ഞത്, പുറത്തിറങ്ങി നിൽക്കും. എന്തിനാണ് പുറത്തിറങ്ങി നിൽക്കുന്നത്? തിയേറ്റർ കുലുങ്ങും. അതായത് മറ്റേ കൊത്തരാജുവിന്റെ പടത്തിന് തിരികണേ അതിനകത്ത് പ്രമോദ് ഒരു വൻ തള്ളു തള്ളിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കണ്ട ഏറ്റവും വലിയ തള്ളുതാണ് ടിനു പാപ്പച്ചൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, തിയേറ്റർ കുലുങ്ങുന്നു. തിയേറ്ററിനകത്തിരുന്ന് എനിക്ക് തോന്നിയത് തിയേറ്ററിനകത്ത് വിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു, വലിയൊരു പൊട്ടിത്തെറി. ആ പൊട്ടിത്തെറി കാരണം ചിലപ്പോൾ തിയേറ്റർ കുലുങ്ങും എന്നായിരിക്കും ഇദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് ടിനു പാപ്പച്ചൻ. എന്തായാലും ടിനു പാപ്പച്ചൻ ഒളിവിലാണെന്നൊക്കെയാണ് ഇപ്പം കുറെ മീംസൊക്കെ കറങ്ങി നടക്കുന്നത്. ഇങ്ങനെ തള്ളിമറിച്ച് പിന്നെ ഞാൻ ആലോചിക്കുക, LJP പോലൊരു ഡയറക്ടർ ഇങ്ങനെ ഒരു ഫ്രെയിമിനകത്തേക്ക് ഒരു സിനിമ കൊണ്ടുവച്ചത് എന്തിനാണ്? മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന ഇത് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിച്ച അപരാധം എന്ന് മാത്രം ഈ സിനിമ കണ്ടു കഴിഞ്ഞ ശേഷം പറയാൻ സാധിക്കുള്ളൂ. പറഞ്ഞു വന്നതെന്ന് ഞാൻ ചെറുതായിട്ട് വഴിമാറിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത് ലാലേട്ടന്റെ ഇൻട്രോയെ കുറിച്ചായിരുന്നു. അതിഗംഭീര ഇൻട്രോ. ലാലേട്ടന്റെ ഫിസിക്ക്, ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിൽ അദ്ദേഹത്തെ അങ്ങനെയാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം എടുത്തുള്ള എഫേർട്ട് ഫിസിക്കലി ആയി കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ബോഡി ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലായി കഴിഞ്ഞാലും അദ്ദേഹം മാക്സിമം നന്നായി ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഒടിയന്റെ കാര്യം പറയുകയാണെങ്കിലും മരക്കാരന്റെ കാര്യം പറയുകയാണെങ്കിലും അതിൽ പ്രിയദർശന്റെയും ശ്രീകുമാർ മേനോന്റെയും പ്രശ്നങ്ങൾ അപ്പുറത്തേക്ക് ലാലേട്ടൻ പ്രശ്നം ഉണ്ടായിരുന്നു. ഒടിയനിൽ വളരെ ഫിസിക്കായി കഴിഞ്ഞാൽ അപ്പിയറൻസ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ലാലേട്ടന്റെ മുഖത്തിനൊക്കെ സംഭവിച്ചത്. ഒടിയനിൽ വളരെ മോശം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മരക്കാരവിനെ വെട്ടിയിട്ട വാഴത്തണ്ട്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇതിലങ്ങനെയല്ല. ലാലേട്ടന്റെ സൈഡിൽ നോക്കുന്ന സമയത്ത് ഹി ഡിഡ് ജസ്റ്റിസ്. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം അദ്ദേഹം ഈ പ്രായത്തിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു ലാലേട്ടന്റെ അവതാരം വന്നത് ഈ ഒരു അപരാധത്തിനകത്തായി പോയി എന്നുള്ള മാത്രം. അതാണ് പറയുന്നത് ഇൻട്രോ എന്ന് പറയുന്നത് ഗംഭീര. ലാലേട്ടന്റെ രണ്ട് കാലുകൾ ഒന്ന് വന്ന് ശരിക്കും പറഞ്ഞ പോലെ കുലുങ്ങേണ്ടതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് ഫൈറ്റ് പോലെ. ഇപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിലുള്ള ഇത്രയും ബിൽഡപ്പ് എന്തിനാ കൊടുത്തത്? നമ്പർ നേരത്തെ വൈക്കം പോലെ ഇറക്കിയ പോലെ ആയിരുന്നു. ലാലേട്ടൻ ഏതോ ഒരു ഓഫ് ബീറ്റ് പടത്തിൽ അഭിനയിക്കുന്നു, ലിജോയുടെ പടത്തിൽ അഭിനയിക്കുന്നു, ആൾക്കാർ വന്ന് കണ്ടാൽ ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് അവതാരം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാലും കാണിച്ച് ഭയങ്കര ജൈജാന്റിക്കും കാണിച്ച് പിന്നെ ഇതാ ചക്കക്കുരു ഫൈറ്റ്, ചക്കക്കുരു പൊട്ടുന്ന പോലെയാണ് ഫൈറ്റ്. നമ്മൾ അറ്റ്മോസ് എന്ന പടം കാണും, ഇതിൽ അടി കൂടുമ്പോ പറഞ്ഞിട്ട് ഇങ്ങനെ കളിക്കുക ലാലേട്ടനും മല്ലന്മാരെല്ലാം കൂടെ ഇങ്ങനെ ഉരുണ്ട് കളിച്ച് കാണിച്ച് ഒരു ഇമ്പാക്ട് ഇല്ലാത്ത ഫൈറ്റ്. അതായത് കൈയടിക്കാൻ വേണ്ടി വന്ന ആളുകൾ വായിൽ വിരലിട്ടിരിക്കേണ്ട അവസ്ഥ പിന്നെ അങ്ങോട്ട്. അതായത് ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ലിജോ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതൊരു ലിജോ പടമാണ്. ഇതല്ലാതെ ലാലേട്ടൻ മാസ് കാണിക്കാനുള്ള പടമോ അല്ലെങ്കിൽ മാസ് പടം ഒന്നുമല്ല. ഇത് ലിജോയുടെ ഒരു എക്സ്പെരിമെന്റ്. അദ്ദേഹം എപ്പോഴും പറയുന്ന പോലെ നോ പ്ലാൻസ് ടു ചേഞ്ച്, നോ പ്ലാൻസ് ടു ഇംപ്രസ്. ആരും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്ന്. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിന്, എന്റെ ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ എന്തിന് മലയാളത്തിന്റെ മോഹൻലാൽ അവതരിക്കുന്ന എഴുതി കാണിക്കേണ്ട ആവശ്യം എന്താ? മലയക്കോട്ട വാലിബൻ, ലിജോ ജോസ് പല്ലിശ്ശേരി മലയക്കോട്ട വാലിബൻ. അവിടെ മോഹൻലാലിനെ പ്രൊജക്ട് ചെയ്തതിന് അദ്ദേഹത്തിന്റെ ആക്ടിംഗ് സ്കിൽ അല്ല, അദ്ദേഹത്തിന്റെ ആക്ടർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ താരം കൂടി യൂസ് ചെയ്തുകൊണ്ടല്ലേ മലയാളത്തിന്റെ മോഹൻലാലിന് ഉള്ള പിന്നെ പ്രൊപ്പഗാൻഡ നടത്തിയത്. ആ USP എടുത്തിട്ട് അതുകൊണ്ടല്ലേ. എന്നിട്ട് അത് എടുത്തിടുകയും ചെയ്തിട്ട് പിന്നെ ഈ പരിപാടി കാണിക്കുന്നത് എന്ത് തൊലിഞ്ഞ ഏർപ്പാടാണ്? അങ്ങനെ ചുമ്മാ പിന്നെ കാലൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ അങ്ങനെ വൈഡ് ഫ്രെയിം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ നടന്നു പോകുന്നതും ഇങ്ങനെ കളിക്കുവാണെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യം എന്തായിരുന്നു ഇങ്ങനത്തെ ബിൽഡപ്പിന്റെ? അങ്ങനെ സിനിമ തുടങ്ങി മനസ്സിലായി ഇത് LJPയുടെ പണ്ണലാണെന്ന് മനസ്സിലായി. അവിടുന്ന് തുടങ്ങി. ഇതാണ് ഞാൻ പറയുന്നത്, LJP സിനിമയായിട്ട് പിന്നെ കണ്ടിട്ട് പോലും ഇതെന്തുവാണ് എടുത്തു വെച്ചിരിക്കുന്നത്, എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ. പിന്നീട് അങ്ങോട്ട് തിയേറ്ററിൽ ഞാൻ കണ്ടത് ഇത്രയും സംഭവങ്ങളൊക്കെ നടന്ന് ഇത് സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. എനിക്ക് ഉറപ്പായിട്ടും മനസ്സിലായി. ഞാൻ പിന്നെ ഇത് ആസ്വദിക്കാൻ ആരംഭിച്ചു. ഐ ചേഞ്ച് ദ ഗിയർ ടു ദ മലങ്കൾട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആനന്ദം പരമാനന്ദം. പിന്നീട് അങ്ങോട്ട് അവസാനം വരെ ഐ വാസ് നോട്ട് അലോൺ. എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ട വലിയൊരു തിയേറ്റർ എന്നാണ് കണ്ടത്, കിങ് സൈസ് തിയേറ്റർ എന്നാണ് കണ്ടത്. ഓൾമോസ്റ്റ് 80% ആൾക്കാരും മലങ്കൾട്ടായിട്ട് ഈ പടം നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. കാരണം രാവിലെ 6:30 പോയിട്ട് ഇത് കണ്ടിട്ട് പിന്നെ ആൾക്കാർ പിന്നെ വേറെ വഴിയില്ല. അങ്ങനെയാണ് മലങ്കൾട്ടുകൾ ഉണ്ടാവുന്നത്. മലങ്കൾട്ടുകൾ ഉണ്ടാക്കുന്നതല്ല,
ഉണ്ടായി പോകുന്നതാണ്. പിന്നീട് ആൾക്കാർക്ക് വഴിയില്ല, പിന്നെ ആൾക്കാർ ഇത് ആസ്വദിക്കുക, കൊമൻസ് അടിക്കുക, ഇതിങ്ങനെ സ്റ്റാറ്റിക് ഫ്രെയിം വെച്ച് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ അപരാധം കാണിക്കുമ്പോൾ ചിരിക്കുക, ഒരു രക്ഷയില്ലാത്ത. ഈ വർഷത്തെ ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ പറയും ഏതില്, മലങ്കൾട്ടില്. അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഭാഗത്തുനിന്ന് ഒരു മലങ്കൾട്ട് ഉണ്ടാകുമെന്ന് ഈവൻ നോട്ട് ഇൻ മൈ ഡ്രീംസ് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു ഈസ്തെറ്റിക്കലി അല്ലെങ്കിൽ ഒരു ക്ലാസ് സാധനമായിരിക്കും എന്ന് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനത്തെ പടം മലങ്കൾട്ടായിട്ട് പിന്നെ കാണുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ബട്ട് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. മലങ്കൾട്ട് ഈസ് ഓൾവേസ് മലങ്കൾട്ട്. ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ഇൻക്ലൂഡിങ് ലാലേട്ടന്റെ മലൈക്കോട്ടെ വാലിബൻ ഉൾപ്പെടെ ഒരു സ്റ്റേജിൽ ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ കാണിക്കുന്ന പരിപാടി എന്താണ് അതുപോലെയാണ്. ഫ്രെയിം ഇങ്ങനെ വെക്കുന്നു, ഇവർ സ്റ്റേജിൽ കയറി അഭിനയിക്കുന്നു. ഇതിന് സ്റ്റേജ് ഇല്ലെങ്കിൽ കൂടെ ആ ഫ്രെയിം നമുക്കൊരു സ്റ്റേജായിട്ട് കാണാം. അവിടെ വിവിധ തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു എന്ന രീതിക്കാണ് പിന്നീട് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും മികച്ച സംസ്ഥാന സ്കൂൾ യുവജനോത്സവ നാടകത്തിൽ ഏറ്റവും മികച്ച നടൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹരീഷ് പെരടിയാണ്. ഹരീഷ് പെരടി പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ എന്റെ പൊന്നെ, പുള്ളി പിന്നെ കൈതേരി സഹദേവന്റെ പ്രേതമാണ് എല്ലാ സിനിമയിലും. അതിനപ്പുറത്തേക്ക് പുള്ളിക്ക് ഇനി ചെയ്യാനുമില്ല, അതിൽ താഴേക്ക് പുള്ളി കുറയ്ക്കാനും പറ്റൂല. ഇദ്ദേഹത്തിന്റെ മാങ്ങാട്ടച്ഛനൊക്കെ ഇതിൽ കണ്ടിട്ട് മരക്കാറിൽ കണ്ടിട്ട് ചിരിച്ചു മരിച്ചാണ്. ഇതിൽ മാങ്ങാട്ടച്ഛൻ 2.0 എന്ന് പറയാം. ഇതിലെ കൈതേരി സഹദേവന്റെ നാടകമാണ് പിന്നീട് അങ്ങോട്ട്. നാടകം എന്ന് മാത്രമല്ല, കൈതേരി സഹദേവൻ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ നല്ല രസമുണ്ട്. കാരണം പഴയ കാലത്തെ ഒരു ഭാഷാ പ്രയോഗങ്ങൾ, ആ രീതിയിൽ ഡയലോഗ്സ് എഴുതി വെച്ചിരിക്കുന്നത് നല്ല രസത്തിലാണ്. പക്ഷെ ഇതുപോലത്തെ കോമഡി പീസ് മൊണ്ണ കഥാപാത്രങ്ങൾ വന്ന് പറയുന്ന സമയത്ത് ചിരിക്കുമല്ലാതെ വേറെന്താ ചെയ്യുക. ഈ സിനിമ നിങ്ങൾ കാണണം, ഇത് ചിരിക്കാനുള്ള അത്രയും വകുപ്പുണ്ട് ഇതിനകത്ത്. അതായത് പുലിയൂർ മുരുകനെ പൊക്കിയടിച്ച കക്ഷിയുണ്ടല്ലോ, ആ പുള്ളിയുടെ അതേ പരിപാടി ഇതിൽ ഇദ്ദേഹം ചെയ്തു വെക്കുന്നത് ഹരീഷ് പരടി. അങ്ങനെ ഒരു വശത്ത് നാടകം തകർക്കുകയാണ് ഒരു സ്റ്റേജിൽ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നടക്കുന്നതായിട്ട് അങ്ങ് വിചാരിച്ചാൽ മതി. ഹരീഷ് പരടിയുടെ പുലിയൂർ മൂപ്പന്റെ തള്ളൊക്കെ പോലെ തള്ളി മറിച്ച് നാടക അഭിനയത്തിൽ മുഴുകി അഴിഞ്ഞാടുകയാണ് ഹരീഷ് പരടിയും കുറെ ആൾക്കാരും. അപ്പോൾ അത് ആരംഭിക്കുന്നു. വേദി 2 ജഡ്ജസ് പ്ലീസ് സ്റ്റാർട്ട്. ജസ്റ്റ് നമ്പർ 102 സൊണാലി കുൽക്കർണി അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. നല്ല പ്രായം തോന്നുന്നുണ്ട് ഈ സൊണാലി കുൽക്കർണിക്ക്. അങ്ങനെ നാടോടി നൃത്തം ആരംഭിക്കുകയാണ്. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് നാടോടി നൃത്തം. LJP അവതരിപ്പിക്കുന്ന നാടോടി നൃത്തം. എഴിമലക്കോട്ടയിലെ മയിലാടും കാമുകനെ കണ്ടവരുണ്ടോ, അവനെ കണ്ടവരുണ്ടോ എഴിമലക്കോട്ടയിലെ. ഇങ്ങനെ നാടോടി നൃത്തം. ഇത് ചില്ലറ സമയമല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഈ നാടോടി നൃത്തം റിയൽ ടൈം പോലെ കുറേ സമയം നാടോടി നൃത്തം അവിടെ ലാലേട്ടനുണ്ട്. സൊണാലിയുടെ നാടോടി നൃത്തം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദിയിലേക്ക് കടന്നു വരികയാണ് കഠോര വില്ലൻ ഡാനിഷ് ഷെയ്ഡ്. സൊണാലിയുടെ നാടോടി നൃത്തം വേദിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദിയിലേക്ക് കടന്നു വരികയാണ് LJP സിനിമയിലെ കഠോര വില്ലൻ. അന്യ കോമഡി പീസ് ഡാനിഷ് സൈഡാണ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇപ്പൊ എഴിമലക്കോട്ടയിലെ മയിലാടും കാമുകനെ കണ്ടു. അപ്പൊ ഇത് പറയുമ്പോ എൻട്രി മയിലാടും സാമിനാൻ, മയിലാടും സാമിനാൻ, മയിലാട് സാമിനാൻ എന്ന് പറഞ്ഞ് വില്ലൻ പേരുമാണ്. വില്ലന്റെ ഒരു ചിരിയുണ്ട്. ഈ ചിരിയാണ് അവസാനം വരെ. വില്ലൻ ചിരിക്കുന്നു, ഒപ്പം സിനിമ കാണുന്ന പ്രേക്ഷകർ തീർച്ചയായും ചിരിക്കുക വില്ലന്റെ ഒപ്പം. അവിടെ തുടങ്ങിയ ചിരിയാ. വില്ലൻ ചിരിക്കുന്നു, പ്രേക്ഷകർ. പാണ്ടിക്കാട് കുഞ്ഞന്റെ ചിരി അത് തന്നെ. കിട്ടിയാലോ എന്റെ പൊങ്കലാളുകളെ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇതിനും ബെറ്ററാ. ഇങ്ങനത്തെ ഒരു കോമഡി പീസ് വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LJPയുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് മലയാളത്തിന്റെ മോഹൻലാൽ ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഏകദേശം ഞാനീ പറഞ്ഞ സമയമാകുമ്പോഴേക്കും ആൾക്കാർ മടുത്തിട്ട് ഇറങ്ങിപ്പോയി. ഐ എം ഷുവർ, ഐ എം നോട്ട് എക്സാജറേറ്റിംഗ്. ഞാൻ തിയേറ്ററിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞു. എൻ്റെ ചുറ്റുള്ള ആളുകളെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയാണ് ലാലേട്ടൻ എന്തെങ്കിലുമൊക്കെ ഇതിൽ കാണിക്കും, അല്ലെങ്കിൽ ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് 3 മണിക്കൂർ ആൾക്കാർ സഹിച്ചിരുന്നത്. ഇത് 1.5 മണിക്കൂറിലാണ് ഇതിന്റെ ഇന്റർവെല്. പണ്ട് എങ്ങോ മനസ്സിലാക്കിയത് ആകെ 2 മണിക്കൂറുള്ളത്, അത്ര മതിയായിരുന്നു, നേരത്തെ ഇറങ്ങി പോരായിരുന്നു. ഇത് 3 മണിക്കൂർ സഹിച്ചിരുന്ന് കാണേണ്ടി വന്നു. അറിഞ്ഞില്ലോ, ആരും പറഞ്ഞില്ല, 3 മണിക്കൂർ ഇത്രയും ഒരു അപരാധം. അങ്ങനെ പിന്നീട് ഇതിന്റെ മലങ്കൾട്ടിന്റെ പീക്കിലേക്ക് കടക്കുകയാണ്. 2 കഥാപാത്രങ്ങൾ കൂടെ, കള്ളക്കറുമ്പനും പെണ്ണും. കള്ളക്കറുമ്പന്റെ കഥാപാത്രം ശരിക്കും മനോജ് മോസസ്, പെണ്ണായിട്ട് അഭിനയിച്ചിരിക്കുന്നത് പെണ്ണ് തന്നെയാണ്. കഥ നന്ദി, അങ്ങനെയാണ് പേരെന്ന് തോന്നുന്നു.
അപ്പൊ പിന്നെ അവർ തമ്മിലുള്ള പ്രണയവും പരിപാടികളൊക്കെയാണ്. അതിനടുത്ത് കന്നെണ്ണ ചായ എല്ലാണ്ടുമ്മയ്ക്കാൻ അതേ ടൈപ്പ് പാട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രണയമാണ്, അന്ധകാലമാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനെ കണ്ടിരിക്കണ്ടേ. അങ്ങനെ ഈ കള്ളക്കറുമ്പൻ്റെ ഇനിയിപ്പോൾ കറുമ്പൻ എന്ന് ഇത് ഏതോ നൂറ്റാണ്ടിൽ നടക്കുന്ന ഏതോ ഫാൻറ്റസി വേൾഡിൽ നടക്കുന്ന എന്തോ കഥയാണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ബാധകമായിരിക്കില്ല. ഇനി അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണി ബ്ലോഗ് സംസാരിക്കുന്നതായിരിക്കും കള്ളക്കറുമ്പനെ കുറിച്ച്. കള്ളക്കറുമ്പൻ്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കൊട്ടയിൽ മലയെക്കോട്ട വാലിമൻ മല പോലെ ഫുഡ് കഴിക്കുന്ന ആളാണ്. ചോറൊക്കെ കഴിക്കും, കുറേ അൽഫാമും ഒക്കെ കഴിക്കും. അങ്ങനെ ഒരുപാട് ഊന പോലെ. ഇത് ചുമന്നുകൊണ്ട് നടക്കലും പിന്നെ തേര് തെളിക്കലും തേരിലെ കാളവണ്ടി കുതിരവണ്ടി തെളിക്കലൊക്കെയാണ് പിന്നെ പരിപാടി കള്ളക്കറുമ്പൻ്റെ. അങ്ങനെ കള്ളക്കറുമ്പൻ ചോറൊക്കെ എടുത്തു വരുന്ന വൈഡ് ഫ്രെയിമൊക്കെ ഉണ്ട്. നല്ല ഈസ്തറ്റിക്കലി ബ്യൂട്ടിഫുൾ, സോ എലഗന്റ്, അങ്ങനത്തെ ഫ്രെയിമാണ്. സോ ബ്യൂട്ടിഫുൾ, ജസ്റ്റ് ലൈക്ക് അതുപോലുള്ള പരിപാടിയാണ്. പക്ഷെ കോമഡി പീസ്. ഇവനിങ്ങനെ ചോറും കൊണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ ചില ഈ കള്ളക്കറുമ്പന്റെ കള്ളക്കറുമ്പന്റെ ചില പരിപാടി ഉണ്ട്. ചില ഡയലോഗ് ഡെലിവറി, ചില കോമഡി കാക്കിക്കൊണ്ട് അയ്യോ അത് കേട്ടാൽ മതി ഡയലോഗ് മറ്റേ മമ്മൂക്ക ഇതിൽ പട്ടണ ബൂത്ത് കാണിക്കും പോലെ, അല്ലെങ്കിൽ തിലകനും ശ്രീനിവാസനും പറയും പോലെ ശബ്ദമൊക്കെ മാറ്റി ശബ്ദം മാറ്റിയിട്ട് നമ്മുടെ രണ്ട് ശബ്ദം ഒരുപോലെ ഉണ്ടല്ലോ. ഇതൊക്കെ ഭയങ്കര കോമഡി ആയിരിക്കും. അയ്യോ ഫ്രഷ് ട്രെയിലറിൽ നിങ്ങൾ കണ്ടു കാണാൻ ഒരു വൃദ്ധ ശാന്ത ധനഞ്ജയനാണ് കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഭയങ്കര മാസൊക്കെയാണ് ഉദ്ദേശിച്ചത്. മറ്റൊരു വൃദ്ധയായ കോമഡി പീസ് അമർന്നിരുന്നൊക്കെയാണ് ഇവരെ അടവുകളൊക്കെ പറഞ്ഞ്. അയ്യോ മികച്ച ഒരു കോമഡി പീസായിരുന്നു. സുഭാഷ് റെഡിയുടെ നാടക കഥാപാത്രം ഒരു ഡയലോഗ് അടിക്കുകയാണ്. ഈ ജംഗ്ഷനിൽ ഈ സിനിമ ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ അടിക്കുകയാണ്. ഇനി നമ്മുടെ യാത്ര കഠിനമായിരിക്കും. വളരെ മികച്ച ഒരു പ്രഡിക്ഷൻ. അപ്പോഴും ഏകദേശം 1.5 മണിക്കൂറായി. മണികണ്ഠൻ ആചാര്യയുടെ വരവാണ്. കുറെ അടിമകളൊക്കെ വന്നിട്ടുള്ള പിന്നെ അവരുടെ ഷോയാണ്. ഇടനേരം മുട്ടപ്പഫ്സ് ഗോൺ. ഇന്റർവെൽ കഴിഞ്ഞ് രണ്ടൽ നാടോടി നൃത്തം. പ്ലീസ് നോട്ട്. എന്റെ മയിലാണ്ടും കാമുകനെ കണ്ടോ, അവനെ കണ്ടവരുണ്ട്. ഇത് തന്നെ വീണ്ടും. പിന്നീട് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ദാറ്റ് വാസ് ഇംപ്രസീവ്. ആകെ സിനിമ എനിക്ക് ഇംപ്രസീവ് തോന്നിയത് മാത്രമാണ്. അവിടെ പ്രശാന്ത് പിള്ളയെ നന്നായിട്ട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്കോറിംഗ് കൊടുത്തിട്ടുണ്ട്. LJPയും നല്ല രീതിക്ക് ഒരു കുറച്ച് എൻഗേജിംഗ് ആയിട്ട് തോന്നിക്കുന്ന തരത്തിൽ മേക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും തഥൈവ കാര്യങ്ങൾ പിന്നീട് അങ്ങനെ തന്നെയാണ് പോകുന്നത്. ലോട്ട്സ് ഓഫ് സ്ലോ മോഷൻസ് ഉണ്ട് എന്നല്ലാതെ ആ സ്ലോ മോഷൻ കൊണ്ടുണ്ടാകേണ്ടിയിരുന്ന ഒരു ഇമ്പാക്റ്റും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള ലാലേട്ടൻ ഓടുന്ന സീൻ ഉണ്ടല്ലോ, അതുപോലെ ലാലേട്ടൻ അവിടെ കിടന്നത് വളരെ കിടുവായിട്ട് ചെയ്യാണ്. പക്ഷെ അത് നമ്മളിലേക്ക് എത്തണ്ടേ, അത് സാധിച്ചിട്ടില്ല. LJP ഓക്കെ, നോ പ്ലാൻ ടു ഇംപ്രസ് ചെയ്യണ്ട, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ എന്ത് ചെയ്യാനാ, അനുഭവിച്ചോ. ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്ന സ്കോർ. ആ സമയത്ത് ഈ സ്ലോ മോഷൻ സീക്വൻസിലെ സ്കോറിങ് ഞാനിപ്പോ കേൾപ്പിച്ചത്. തല തെറിച്ചവൻ എന്റെ മയിൽ സ്വാമി, അത് നിങ്ങളാണ് സ്വാമി പറഞ്ഞിട്ട് പിന്നെ സൗബിനിക്ക CBI 5 കാണിച്ചിരുന്നു സ്വാമി. അതേപോലെ ഇതിനകത്ത് എന്റെ മയിൽ സ്വാമി. ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് അങ്ങോട്ട് കാണുന്നത് ഹരീഷ് പെരടിയുടെ കഥാപാത്രം പേയിളകുന്നാണ്. പേയിളകിയിട്ട് പിന്നെ അങ്ങോട്ട് കാണിച്ചു കൂടുന്ന പരിപാടികൾ പട്ടി കടിച്ചിട്ടൊന്നല്ലേ, പുള്ളി ഇത് കാര്യതാ, ബാധ കാര്യതാ, അഭിനയിച്ചിട്ട് കഥാപാത്രമായതാ. പിന്നീട് കൈതേരി സഹദേവന്റെ അഴിഞ്ഞാട്ട. ലാലേട്ടനൊന്നും പിന്നെ ഇല്ല, പിന്നെ കൈതേരി സഹദേവനാ ഫുള്ള്. പെരടിയുടെ ചില ഡയലോഗാണ്. വാലിബ നീ മലകളെ ജയിക്കണം, വാലിബ നിനക്ക് ലഹരിയായിരിക്കണം. ഇദ്ദേഹത്തിന് എന്തോ ഹാൻസിന്റെ കച്ചവടം കണ്ടിട്ടുണ്ട്, ലഹരിയായിരിക്കണം എന്ന് പറയുന്നത്. ഇതൊന്നും കൂടാതെ 70s 80s സിനിമകളിലെ പോലെ കെട്ടിപ്പിടുത്തം. അച്ഛാ അച്ഛാ അയ്യോ എന്നടാ പണി വെച്ചെടുക്കറ. അവസാനം അത് വരുമ്പോഴത്തേക്ക് ആൾക്കാർ പ്രാക്ക് തുടങ്ങി. അങ്ങനെ പോകുന്നു. പിന്നെ എന്തൊക്കെയോ സ്കോർ ഉണ്ട്. മണികണ്ഠൻ ആചാര്യയുടെ കഥാപാത്രത്തിന് അപ്പോഴേക്കും പൊട്ടായി. മനസ്സൊരുക്ക് യാത്ര തുടങ്ങണം, ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുക. അങ്ങനെ അതിനിടയ്ക്ക് മുരുകൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കണ്ടപിള്ളെ പോലെ എവൻ ആ സമയത്ത് ജീപ്പിന് മുകളിൽ കയറി താടിക്കാറില്ല. LJPയുടെ അങ്കമാലിയിലൊക്കെ ഉണ്ട്. പുള്ളി മാസമായിട്ട് വന്നതാണേ. ബും ടിഷ്യും. അത് നിങ്ങൾ ട്രെയിലർ തന്നെ കാണാം, അതുകൊണ്ടാണ് പറയുന്നത്.
ഒറ്റവിടെ കഥ. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും എപ്പിക് മലങ്കൾട്ട് സീനായിട്ട് തോന്നിയിട്ടുള്ളത് ഹരീഷ് പെരടിയുടെ കഥാപാത്രം ഓൾറെഡി പേളകി നടക്കുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞല്ലോ. അതേസമയം തന്നെ ഡാനിഷ് സൈഡിന്റെ കഥാപാത്രം അത് മുഴുവട്ടൻ. അങ്ങനെ ഹരീഷ് പെരടി ഇങ്ങനെ ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഓവർലാപ്പ് ചെയ്തിട്ട് ഈ ഡാനിഷിന്റെ ഈ വില്ലന്റെ ചിരി കാര്യം വരുന്നുണ്ട്. എന്റെ പൊന്നോ, ഇതിൽ നിന്നൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഓ, എമ്മാതിരി സാധനമായിരുന്നു അറിയത്. അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സമയക്കുറവ് മൂലം ഇത് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു റിവ്യൂ. സംസ്ഥാന സ്കൂൾ യുവനോത്സവം നടക്കുന്ന ഒരു വേദിയിൽ പോയിട്ട് നിങ്ങൾ പല സ്റ്റേജുകളിൽ കയറി ഇറങ്ങുക. അതിനിടയ്ക്ക് എന്താണ് ഈ യാത്രാ മാഗസിനിലൊക്കെ കാണുന്ന പോലത്തെ ഇത്തരത്തിലുള്ള സ്റ്റിൽ ഫോട്ടോസ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുറേ സ്റ്റിൽ ഫോട്ടോസ് ആയിട്ട് ഇങ്ങനെ കാണാം. എന്നൊക്കെയുള്ളൊരു രീതിയിലാണ് LJP ചെയ്തു വെച്ചിരിക്കുന്നത്. അക്കിര കുറസോവ ആവാൻ നോക്കി, അപരാധം കുറച്ചധികമായിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. ഇതുകൂടാതെ മായേച്ചിയുടെ അതിശയൻ, പുട്ടാലു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ഈ അപരാധം ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിന് 2ാം ഭാഗം വരുന്നുണ്ട്. ഹണ്ടകളാം അപരാധം. ഇനി കാണപ്പോകരുത്. വന്നാലറിയാം, തമ്പുരാനറിയാം. അല്പമൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ചിരിക്കാൻ ചെയ്യുന്നുണ്ടല്ലേ? പിന്നെ ചിരി വരുന്നുണ്ട്. പിന്നെ ചിരി വരുന്നുണ്ട്. അൽഫാമ് ഇത് ഇത്രയും നേരിട്ട് ഇട്ടിരിക്കുന്ന എന്തിനാ മനസ്സിലായോ? മനസ്സിലാക്കിക്കോളാന്. പൊന്നണ്ണ വടങ്ങിട്ടോ, ഒരു രക്ഷയില്ല. ഭീകരം. നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒന്നും പറയാനില്ല. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.